വയനാട് ശ്രീറാം ഫിനാൻസ് ലോൺ എടുക്കാത്തവരുടെ പേരിൽ 3ഉം 4ഉം ലോണുകൾ. കൽപ്പറ്റയിലെ ടാക്സി ഡ്രൈവർമാരുടെ പേരിലാണ് സവർത്തിൽ ലോണുകൾ. ശ്രീറാം ഫിനാൻസിന് മുന്നിൽ പ്രതിഷേധിച്ച ടാക്സി ഡ്രൈവർമാർ. ശ്രീറാം ഫിനാൻസ് കൽപ്പറ്റ ബ്രാഞ്ചിലാണ് ലോൺ എടുക്കാത്തവരുടെ പേരിലും ജാമ്യം നിന്നവരുടെ പേരിലും ലോൺ എടുത്തതായി ആരോപണം ഉയരുന്നത്. മറ്റു ജില്ലകളിൽ നിന്നും ശ്രീറാം ഫിനാൻസിലെ ധനകാര്യ ഇടപാടുകളെ സംബന്ധിച്ച് ആരോപണമുയർന്ന സാഹചര്യത്തിലായിരുന്നു കൽപ്പറ്റയിലെ ഡ്രൈവർമാരും തങ്ങളുടെ സിബിൽ സ്കോർ പരിശോധിച്ചത്. അപ്പോഴാണ് ഒരു ലോൺ എടുത്തയാൾക്ക് 3ഉം 4ഉം വായ്പകൾ തങ്ങളുടെ പേരിൽ ശ്രീറാം ഫിനാൻസ് തന്നെ എടുത്തതായി കാണിക്കുന്നത്. ടാക്സി ഓടുന്ന ടൂറിസ്റ്റ് ഡ്രൈവറാണ്, വണ്ടിയിലാണ്. അപ്പോൾ ഞാൻ ഇവിടുന്ന് ലോൺ എടുത്തിട്ടുണ്ട്. ആ ലോൺ എടുത്ത് 3,07,000 ഞാൻ എടുത്തത് 2023 അതിലെടുത്താണ്. അടച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ചും കൂടി ലോണ് ബാലൻസ് ഉള്ളൂ. പക്ഷേ എൻ്റെ പേരിൽ ഇപ്പോൾ പുതിയ ലോൺ ഇതിൽ 4 ലോൺ എക്സ്ട്രാ വന്നിട്ടുണ്ട്. അതായത് 2,75,000 ഒന്ന്, പിന്നെ 6,40,000 വേറൊന്ന്, പിന്നെ 4,10,000 വേറൊന്ന്, 4,90,000 വേറൊന്ന്. 4 ലോണ് കയറി കിടക്കുന്നുണ്ട്. ഇത് ആരെടുത്താണ് എന്തെടുത്താണെന്ന് നമുക്കറിയില്ല. 2 ലക്ഷം രൂപ ലോൺ എടുത്തത്. അത് എടുത്തിട്ട് ഇപ്പോൾ 2 വർഷം കഴിഞ്ഞു. അടച്ച് തീരാറായത്. ചെറിയ പൈസ ഉള്ള അടയ്ക്കാനും. ഇപ്പോൾ ടോട്ടൽ കാണിക്കുന്നത് 4 ലോൺ എക്സ്ട്രാ കാണിക്കുന്നു. ജാമ്യം നിന്ന ആൾക്കും ലോൺ എടുത്തതായി കാണിക്കുന്നു. ഒരു 4 ലക്ഷം, ഒരു 4.5 ലക്ഷം, ഒരു 10.5 ലക്ഷം ലോൺ ഇതിൽ കയറി കിടക്കുന്ന 3 എണ്ണം. ഞാൻ ഇവിടെ ലോണും കാര്യങ്ങളൊന്നുമില്ല. 2 ജാമ്യം ഉണ്ടെന്നുള്ളൂ. ലോണും കാര്യങ്ങളും എൻ്റെ പേരിലില്ല. അവിടെ മൊത്തമായിട്ട് ഏകദേശം ഒരു 18-19 ലക്ഷം റുപ്യൻ്റെ അടുത്ത് ഇതിലുണ്ട് ഇപ്പോൾ ലോൺ കയറി കിടക്കുന്നത്. വയനാട് ജില്ലയിൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ലോൺ അനുവദിച്ചതും ശ്രീറാം ഫിനാൻസ് ആണ്. ലോൺ എടുത്തവരുടെയും ജാമ്യം നിന്നവരുടെയും രേഖകൾ ഉപയോഗിച്ചാണ് ഇത്തരത്തിൽ 1ലധികം ലോണുകൾ കമ്പനി എടുത്തിട്ടുള്ളത്. ധനകാര്യ സ്ഥാപന മാനേജറെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ കണക്ക് ക്ലിയറല്ലേ എന്ന ചോദ്യമാണ് മറുപടിയായി ലഭിച്ചത്. എടുക്കാത്ത വായ്പകൾ തങ്ങളുടെ പേരിൽ വന്നത് സംബന്ധിച്ച് പോലീസിൽ പരാതി നൽകാനാണ് ഡ്രൈവർമാരുടെ തീരുമാനം. കൈരളി ന്യൂസ്, വയനാട്.